ആർക്കും ഓർമ്മയുണ്ടോ? വീണയുടെ പേര് കച്ചപി എന്നാണ്. സരസ്വതി ദേവിയുടെ കയ്യിലുള്ള വീണയുടെ പേര് കച്ചപിയ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പറഞ്ഞിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാനത് പറയാത്തത്. ആർക്കും ഓർമ്മയുണ്ടോ? കച്ചപി എന്ന് പറഞ്ഞാൽ ആമ എന്നാണ് അർത്ഥം. പെണ്ണാമ. കേട്ടിട്ടുണ്ടോ? പറഞ്ഞായിരുന്നല്ലോ, ഇല്ലേ? എന്താണ് ഈ ആമയുടെ പേര് കൊടുത്തത് വീണയ്ക്ക്? സരസ്വതി ദേവി, അറിവിന്റെ ദേവത. എന്തിനാണ്? അറിവിന്റെ ദേവി ഇരിക്കും താമര തന്നെയാണല്ലോ. താമര നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ആ ദേവിയുടെ കയ്യിൽ വീണ എന്തുകൊണ്ടാണ് കച്ചപി എന്ന് പേര് കൊടുത്തത്, ആമ എന്ന് പേര് കൊടുത്തത്? എന്തിനാണെന്നറിയാമോ? ആമയ്ക്ക് മാത്രം ഉള്ള ഒരു കഴിവുണ്ട്. ആമയ്ക്ക് മാത്രമുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അറിയില്ലേ? എന്താ? അവർക്ക് വേണ്ടപ്പോൾ തല പുറത്തിടാനും വേണ്ടാത്തപ്പോൾ തല അകത്തേക്ക് വലിക്കാനും ഒരു കഴിവുണ്ട്. അപ്പൊ എന്തായിരിക്കും ഈ അറിവിന്റെ ദേവി നമുക്ക് പറഞ്ഞു തരുന്നത്? പ്രായോഗിക ജീവിതത്തിൽ മനുഷ്യൻ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാ. എന്തായിരിക്കും പറഞ്ഞു തരുന്നത്? വേണ്ടതിലും വേണ്ടാത്തതിലും ചെന്ന് തലയിടരുതെന്നാ പഠിപ്പിക്കുന്നത്. അങ്ങനെ തലയിട്ടവരൊക്കെ ഇപ്പൊ ജയിലിൽ കയറിക്കൊണ്ടിരിക്കുക. അടുത്ത ദിവസം കൂർമ്മ ബുദ്ധി വേണമെന്നാ. കൂർമ്മ ആമയല്ലേ? കൂർമ്മ ബുദ്ധി വേണം. ഏത് കാര്യത്തിലും നല്ലവണ്ണം ആലോചിക്കാതെ എടുത്തു ചാടരുത്. കാള വെച്ചു എന്ന് കേട്ട് കയറെടുക്കരുതെന്നൊക്കെ അതും ജീവിതത്തെ വലിയ പാഠമാണ്. അത്